ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ പിടിച്ചു കുലുക്കമുണ്ടാക്കിയ ദുൽഖർ. അതെ, ദുൽഖറിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഇന്നലെ അമ്മാതിരി ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. 3 ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളുടെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ ഇളക്കിയടിച്ചിരിക്കുന്നു ദുൽഖർ എന്ന് തന്നെ പറയാം. ആദ്യം വന്നത് ദുൽഖറിൻ്റെ മലയാള ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണെങ്കിൽ പിന്നീട് തെലുങ്ക് ചിത്രത്തിൻ്റെയും തമിഴ് ചിത്രത്തിൻ്റെയും പിന്നീട് തെലുങ്ക് ചിത്രത്തിൻ്റെയുമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരും, അതും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇന്ത്യൻ സിനിമയിൽ ഇന്നലെ ദുൽഖർ അഴിഞ്ഞാടിയ ദിനമായി മാറുന്നു. ഏത് ഒരു യൂത്ത് താരത്തിനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബർത്ത്ഡേ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യം വന്നത് ലോക എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളാണെങ്കിൽ അതൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഒരു ലേഡി സൂപ്പർ താരത്തെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമയുടെ ക്വാളിറ്റിയും അതേപോലെ വിഷ്വലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ അത് മലയാളത്തിൽ മറ്റൊരു തരംഗമുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ചിത്രം എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് അപ്ഡേറ്റുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒപ്പം കല്യാണി പ്രിയദർശൻ നായികയായിട്ട് വരുന്ന നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം, ഒപ്പം കാമിയോ വേഷത്തിൽ ദുൽഖറും ടൊവിനോയും ഒക്കെ ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ വാർത്തകളും വരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് അഴിഞ്ഞാട്ടമായിരുന്നു. കാന്ത എന്ന തമിഴ് ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ തമിഴിൽ റിലീസ് ചെയ്ത അതിൻ്റെ ടീസറിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2 മിനിറ്റോളമാണ് ആ ടീസർ വന്നതെങ്കിൽ അത് ആളുകളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയും സിനിമയ്ക്ക് ഒരു ബയോപിക് എന്നുള്ള പേരിലാണ് ആദ്യം കണ്ടിരുന്നെങ്കിൽ ഇതൊരു ത്രില്ലർ ഗണത്തിലേക്ക് സിനിമ സഞ്ചരിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും മലയാളത്തിന് പുറത്തും അകത്തുമൊക്കെ ആളുകൾ ആ ഒരു സിനിമയുടെ പ്രകടനം വാഴ്ത്തപ്പെടുത്തുന്നു അല്ലെങ്കിൽ വാഴ്ത്തുന്നു എന്ന് തന്നെ പറയാം. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ, വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിൽ ഉള്ള ദുൽഖറിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നു. 50കളിലെ അഭിനയ രീതികളൊക്കെ ഒപ്പിയെടുത്ത പോലെയുള്ള ദുൽഖറിൻ്റെ പെർഫോമൻസ് ആ 2.5 മിനിറ്റിൽ അഴിഞ്ഞാട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. വൈകുന്നേരമായി വന്നത് നമുക്ക് അല്ലെങ്കിൽ വൈകി വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ലോ താര എന്നുള്ള ആ ഒരു ചിത്രത്തിൻ്റേതാണ്. അത് ഒരു കന്നഡ മൂവിയാണ്. ആ ഒരു സിനിമയിൽ വ്യത്യസ്തമായ മാനറിസങ്ങളിലൂടെ ദുൽഖറിനെ കാണുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് പോകുന്നു. ആ സിനിമ വല്ലാതെ നമുക്കൊരു ഫീൽ ഗുഡ് മൂവിയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലിംസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുക തന്നെയാണ്. അപ്പോൾ ഒരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തമിഴിലിറങ്ങുന്ന കാന്തയാണെങ്കിലും ആകാശം ലോകത്താര എന്നുള്ള ചിത്രമാണെങ്കിലുമൊക്കെ ആളുകൾ കാത്തിരിക്കുന്ന ദുൽഖർ സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്നു. ഇനിയും മലയാളത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നായകനായിട്ടുള്ള ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പോലും ആ സിനിമയും അവരുടെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ പ്രൊഡക്ഷനിലൂടെ വരുമ്പോൾ അത് വ്യത്യസ്തത പുലർത്തുന്നു. മലയാളം കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണേലും പിറന്നാൾ ദിനം അടിച്ചുപൊളിയാക്കി സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി ദുൽഖർ മാറിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.